ഇവന് മാത്രമേ വാച്ചുള്ളൂ? ഇവനെന്താ ഈ ടിക്കറ്റ് നോക്കിയിരിക്കുന്നു? പറഞ്ഞുതരാം. ആസ് എ യൂസർ എന്ന നിലയിൽ വാച്ച് വാങ്ങിയിട്ട് 1.5 മാസത്തിനുള്ളിൽ പണി കിട്ടിയാൽ അതിൻ്റെ വേദന വേറെ തന്നെയാണ്. ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഒരു കമ്പനിയിൽ നിന്ന് ഏറ്റവും കൂടെ പ്രതീക്ഷിക്കുന്നത് ആഫ്റ്റർ സെയിൽസ് കഴിഞ്ഞിട്ട് അവർ സർവീസ് എങ്ങനെയുണ്ടെന്നാണ്. എനിക്ക് ഏറ്റവും മികച്ച സർവീസ് തന്നെയാണ് ബോട്ട് പ്രൊവൈഡ് ചെയ്തത്. ഞാനിപ്പം പറയുന്ന ബോട്ടിൻ്റെ സർവീസിനെ കുറിച്ചാണ്. നിങ്ങളാരെങ്കിലും ബോട്ടിൻ്റെ വാച്ചോ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അണ്ടർ വാറണ്ടിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്ര ചെയ്യേണ്ടത്, നമ്മൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യണം. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളും നമ്മളെ കൈമ ഉണ്ടാവേണ്ടതാണ്. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മളെ വാട്സപ്പിലും അതുപോലെ തന്നെ മെയിലും ഇതുപോലെ തന്നെ മെസ്സേജ് വരുന്നതാണ്. എനിക്ക് കിട്ടിയ മെയിൽ പ്രകാരം ഇത്രയേ പറയുന്നുള്ളൂ. 5 to 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇവിടുന്ന് ജോബ് ഷീറ്റും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. 7 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജോബ് ഷീറ്റും കാര്യങ്ങളും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം. ബാക്കി കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഇത്രയും നല്ല സർവീസിന് നന്ദിയും പറഞ്ഞിട്ട് ഞാനിവിടെ കിഞ്ഞു. സർവീസ് സെൻ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് അസംബ്ലി മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. വെറും വാക്കിംഗ് ഡിസ്റ്റൻസേ ഇല്ലൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ മെട്രോ പിടിച്ച് നേരെ റൂമിലേക്ക്. പതിവില്ലാണ്ട് രാത്രി നല്ല മഴയും പെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായ വെക്കാം. ചായ കുടിക്കാൻ പ്രത്യേകിച്ച് റീസണൊന്നും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അങ്ങനെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ടിൽ പോയിട്ട് നേരെ ഒരു ചായയും കുടിച്ചിട്ട് ഇനി അടുത്ത സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബായ്.